നമസ്കാരം. കേരളം ഒരു വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിൽക്കുമ്പോൾ പറയണ്ട എന്ന് കരുതി മാറ്റിവെച്ച ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിൽ വീണ്ടും കൊണ്ടുവരുന്നത്. ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. മറ്റൊന്നുമല്ല, ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസിൻ്റെ ആ വിഷയമാണ്. അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് വളരെ സംക്ഷിപ്തമായി നിങ്ങളോട് പറയാം. ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള ഘടകത്തിൻ്റെ 23ാമത് സംസ്ഥാന സമ്മേളനം അത് ആലപ്പുഴയിൽ വെച്ച് 27-ാം തീയതി കൂടിയിരുന്നു. ആ സമ്മേളനത്തിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ഈ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിൽ മരിച്ചുപോയ വിവിധ മേഖലകളിലുള്ള VIPs അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ ശ്രദ്ധാഞ്ജലിക്കായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ആ ലിസ്റ്റിൽ ഭാരതത്തിനെതിരെ എക്കാലത്തും ശത്രുതാ മനോഭാവം പുലർത്തിയ ഭാരതത്തിലെ നിരവധി ധീരരായ പട്ടാളക്കാരുടെ ജീവൻ എടുക്കുന്ന സംഭവങ്ങളുടെ പിന്നിൽ സൂത്രധാരനായി പ്രവർത്തിച്ച, ഏറ്റവും ഈ അടുത്ത കാലത്ത് ഭാരതം കണ്ട ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധനായ പർവേസ് മുഷാറഫ് എന്ന പാകിസ്ഥാൻ ഏകാധിപതിയും സൈന്യാധിപതിയുമായിരുന്ന വ്യക്തിയുടെ പേര് ആ ശ്രദ്ധാഞ്ജലി ലിസ്റ്റിൽ കയറിക്കൂടിയതായിരുന്നു വിഷയം. ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തത് തത്വമയിയാണ്. എക്സ് സർവീസുകാരുടെ സംഘടനകളുമൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പെറ്റീഷനും മറ്റു കാര്യങ്ങളും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും ഒക്കെ അയക്കുകയും ചെയ്തു. എന്തായാലും ആ വാർത്ത ഒരു വലിയ വിവാദമായി മറ്റു മാധ്യമങ്ങളൊക്കെ അത് ക്യാരി ചെയ്തു എന്ന് മാത്രമല്ല, ബാങ്ക് എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ, ബാങ്ക് ജീവനക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ഇതിന് ശക്തമായ എതിർപ്പുണ്ടായി. കാരണം ഇതൊരു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നമ്മളുടെ രാജ്യത്തല്ലാതെ മറ്റൊരു രാജ്യത്തും രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവിന് അത് എന്തിൻ്റെ പേരിലായാലും ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ട കാര്യമില്ല. ബാങ്ക് എംപ്ലോയീസിൻ്റെ ഒരു യൂണിയന് അതിൽ യാതൊരു വിഷയവും യാതൊരു കാര്യവും ഇല്ലാത്തതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടിംഗ് കാലാവധിയിൽ തന്നെ മരിച്ച എത്രയോ ഭാരതത്തിൻ്റെ ധീര സൈനികരുണ്ട്. ഗാസായിൽ പോലും മരിച്ച അനിൽ കാലെ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ കമാൻഡറായിരുന്നു. ഇവരുടെ ആരുടെയും പേരില്ല. പർവേസ് മുഷാറഫിൻ്റെ പേര് മാത്രമാണ് ഇതിൽ കയറിയത്. അതിൻ്റെ പിന്നിൽ അതൊരു അബദ്ധമാണെങ്കിൽ പോലും രാജ്യവിരുദ്ധത നിഴലിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ധീരമായിട്ട് ഞങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പവും വരില്ല. പക്ഷേ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംപ്ലോയീസ് യൂണിയൻ അങ്ങനെ ഒരു നിലപാടല്ല എടുത്തത്. ഇതാണ് അവരുടെ ആദ്യത്തെ നോട്ടീസിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമുക്ക് ലഭിച്ചതാണ്. ഇത് നിങ്ങൾക്കറിയാം, ഈ കാര്യപരിപാടി ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. ഈ കാര്യപരിപാടിയിൽ വളരെ കൃത്യമായിട്ട് തന്നെ ശ്രീമതി വാണി ജയറാം, ഗായിക വാണി ജയറാമിൻ്റെയും സുബി സുരേഷ് എന്ന് പറയുന്ന കലാകാരിയുടെയും പേരുകൾക്കിടയിലാണ് പർവേസ് മുഷാറഫിൻ്റെ പേര് കുത്തിക്കയറ്റിയിരിക്കുന്നത്. ഇത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന രീതിയിലായിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ എംപ്ലോയീസ് യൂണിയൻ്റെ ആദ്യത്തെ പ്രസ്താവന. ആ പ്രസ്താവന ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ പ്രസ്താവന. ഈ പ്രസ്താവന 29/7/2024 അതായത് 29-ാം തീയതി, കഴിഞ്ഞ മാസം 29-ാം തീയതി ഡേറ്റ് വെച്ച പ്രസ്താവനയാണ്. ഈ ഫാക്ട് റിയാലിറ്റി ചെക്ക് എന്നും പറഞ്ഞ് ഇവർ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ കൗശലപൂർവ്വം ഡ്രാഫ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയായിരുന്നു അത്. ആ പ്രസ്താവനയിൽ അവർ പറയുന്നത്, വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു വലിയ കള്ളത്തരമാണ്. അതായത് ഇങ്ങനെ ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഇതിൽ പർവേസ് മുഷാറഫിൻ്റെ പേരുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധാഞ്ജലി അർപ്പിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. കാരണം ഈ വിവാദം ഉണ്ടായപ്പോൾ ഇവർ പർവേസ് മുഷാറഫിൻ്റെ പേര് ഒഴിവാക്കി. അത് വളരെ കറക്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഒരു പേര് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ പ്രസ്താവന വന്നത് 29-ാം തീയതി. എന്ന് മാത്രമല്ല, ഇവർ മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും പഴിക്കുന്നുണ്ട്. അതിൽ പർവേസ് മുഷാറഫിൻ്റെ ഫോട്ടോ വെച്ചൊക്കെ കൊടുത്തു, അത് ഫേക്കാണെന്ന്. പർവേസ് മുഷാറഫിൻ്റെ ഫോട്ടോ വെച്ച് ആരും കൊടുത്തില്ല. അത് തമ്പ് ചില ആൾക്കാരുടെ, അത് തത്വമയി അങ്ങനെ പോലും ചെയ്തിട്ടില്ല. ചില ആൾക്കാരുടെ തമ്പ് വന്നപ്പോൾ അവർ പർവേസ് മുഷാറഫിൻ്റെ പടം ആ പ്രസ്താവനയൊക്കെ ഒപ്പം കൊടുത്തതാണ്. അല്ലാതെ നിങ്ങളുടെ പ്രസ്താവനയിൽ പർവേസ് മുഷാറഫിൻ്റെ പേര് വന്നു അല്ലെങ്കിൽ ഫോട്ടോ വന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അത് നിങ്ങൾ വിഷയം മറ്റൊരു വഴിതിരിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം എടുത്ത ഒരു നിലപാടാണ്. ഇതെല്ലാം ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആണ് എന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ ഡോക്യുമെൻ്റ് ഫേക്കാണ് എന്ന് അവർ അവകാശപ്പെട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. പർവേസ് മുഷാറഫിൻ്റെ പേര് ഞങ്ങളല്ല ഇത് കയറ്റിയത്, ഇത് ഫേക്കായിട്ട് ആരോ കയറ്റിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും അത് വേണ്ടി വന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കട്ടെ.
31/7 മറ്റൊരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ പ്രസ്താവനയിൽ പക്ഷേ അവർ 2 ദിവസം മുമ്പ് ഇറക്കിയ പ്രസ്താവനയിൽ നിന്ന് ഘടകവിരുദ്ധമായി നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇതിൽ അവർ വളരെ വ്യക്തമായിട്ട് അവർ സമ്മതിക്കുന്നുണ്ട്. 140 നെയിംസ് ഓഫ് വേരിയസ് ഇന്റർനാഷണൽ നാഷണൽ ലീഡേഴ്സ്, ഡിഗ്നിറ്ററീസ്, പേഴ്സണാലിറ്റീസ്, അവർ ലീഡേഴ്സ് എക്സെട്ര വെയർ മെൻഷൻഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് നെയിംസ്. നെയിം ഓഫ് പർവേസ് മുഷാറഫ്, former president of Pakistan, was also in that list since he had died last year. കഴിഞ്ഞ വർഷം മരിച്ചതുകൊണ്ട് പർവേസ് മുഷാറഫിൻ്റെ പേരും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് ഈ 31-ാം തീയതിത്തെ പ്രസ്താവനയിൽ അവർ വളരെ വ്യക്തമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രസ്താവന തെറ്റാണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് നേരെ വിരുദ്ധം, അതായത് അതൊന്നും ഡോക്യുമെൻ്റ് ഒന്നും ഫേക്ക് അല്ല, ഇത് സത്യമാണ് എന്ന് അവർ സമ്മതിക്കുകയാണ്. അതിനുശേഷമാണ് അവർ പറയുന്നത് ചില ആൾക്കാർ നിക്ഷിപ്ത താല്പര്യമുള്ളവർ ഇതിനെ ഒരു വലിയ വിഷയമായി അവതരിപ്പിച്ചു എന്ന് മറ്റുള്ളവരെ അവർ കുറ്റപ്പെടുത്തുകയാണ്. വലിയ വിഷയമായി അവതരിപ്പിച്ചു എന്നല്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. ഭാരതത്തിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയീസിൻ്റെ സംഘടന, അവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പർവേസ് മുഷാറഫിൻ്റെ പേരെടുത്ത് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാൽ അത് ഏത് ഇടതുപക്ഷ ബോധത്തിൻ്റെ പേരിലായാലും ഏത് രാഷ്ട്രീയ ബോധത്തിൻ്റെ പേരിലായാലും ഞങ്ങൾ തീർച്ചയായിട്ടും എതിർക്കുകയും ചെയ്യും, അതൊരു വിഷയമാക്കുകയും ചെയ്യും. അതുതന്നെയാണ് ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും തന്നെ ചെയ്ത്. രാജ്യത്തിനോട് അല്പം കൂറുള്ള, രാജ്യത്തിനോട് അല്പം സ്നേഹമുള്ള, രാജ്യത്തിനു വേണ്ടി പടവെട്ടി മരിച്ച ധീര ദേശാഭിമാനികളോട് അല്പമെങ്കിലും ബഹുമാനമുള്ള ഏതൊരു വ്യക്തിയുടെയും രക്തം തിളയ്ക്കുന്ന ഒരു സംഭവമാണ് പർവേസ് മുഷാറഫിൻ്റെ പേര് വെച്ച് കേരളത്തിൽ സമ്മേളനം നടത്തുക, അയാൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. അത് ഏത് ബോധ്യത്തിൻ്റെ പേരിലായാലും ഞങ്ങൾ അതിനെ എതിർക്കുകയും ചെയ്യും, അത് വിഷയമാക്കുകയും ചെയ്യും. അപ്പോൾ കുറ്റക്കാർ ഞങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ പ്രസ്താവനയുടെ അടുത്ത ഭാഗം പോകുന്നത്. എന്നു മാത്രമല്ല, ഇവർക്ക് ഈ പ്രസ്താവന ഇത്രയും ചൂടായതും അല്ലെങ്കിൽ ഈ ഒരു നിലപാട് മാറ്റം 24 മണിക്കൂറിനുള്ളിൽ എടുത്തതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം സംഘടനയ്ക്കുള്ളിലുള്ള ദേശസ്നേഹികളായ വ്യക്തികൾ ഇതിനെ എതിർത്തു എന്ന് മാത്രമല്ല, മറ്റ് 2 ഓർഗനൈസേഷൻസ്, നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക് വർക്കേഴ്സ് NOBW, അതേപോലെ നോബോ എന്ന് പറയുന്ന നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക് ഓഫീസേഴ്സ്, ഈ 2 ഓർഗനൈസേഷൻസും ഈ പറയുന്ന രാജ്യവിരുദ്ധ നിലപാടിനെതിരെ, ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസിൻ്റെ ആ യൂണിയൻ്റെ രാജ്യവിരുദ്ധ നിലപാടിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഡെവലപ്മെൻറ്റ്. എന്ന് മാത്രമല്ല, ഈ യൂണിയൻ്റെ ഓഫീസ് ബെയറേഴ്സായ, യൂണിയൻ ഭാരവാഹികളായ 13 പേർക്കെതിരെ മെമ്മോ കൊടുത്തുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെൻറ്റും മാതൃകാപരമായ പ്രവൃത്തി ചെയ്തു. അപ്പോൾ ബാങ്ക് എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്ന് വലിയ തോതിൽ ഇവർക്ക് വിമർശനമുണ്ടായി. മറ്റ് യൂണിയനുകൾ, ബാങ്ക് വർക്കേഴ്സിൻ്റെയും ബാങ്ക് ഓഫീസേഴ്സിൻ്റെയും യൂണിയൻ എതിർത്തു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് ഇവർക്കെതിരെ ശിക്ഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇത്രയും ഒക്കെ ആയിട്ടും ഈ ഒരു വിഷയത്തിൽ മറ്റുള്ളവർ ചെയ്ത കാര്യങ്ങളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഏറ്റവും അവസാനത്തെ പ്രസ്താവനയും ഈ യൂണിയൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഇവരെ എന്താണ് പറയേണ്ടത്? ഒരു തെറ്റ് സംഭവിച്ചാൽ ആദ്യം ഒരാൾ, ഈ ഒരു കോൺട്രവേഴ്സി ഉണ്ടായപ്പോൾ യൂണിയൻ്റെ ഒരു നേതാവ് പറഞ്ഞത് കൊടുത്ത പ്രസ്സിൽ അവർ ചേർത്തതാണ്. ഗൂഗിളിൽ നിന്നോ മറ്റോ വിക്കിപീഡിയയിൽ നിന്നോ മറ്റോ എടുത്തപ്പോൾ പർവേസ് മുഷാറഫിൻ്റെ പേര് അറിയാതെ കയറിയതാണ് എന്നൊക്കെ ഒരു ന്യായീകരണം അദ്ദേഹം കൊടുത്തിരുന്നു. അതിനുശേഷമാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഒരു പേരേ വന്നിട്ടില്ല എന്ന്. ഇപ്പോൾ തിരിച്ച് വീണ്ടും പറയുന്നു പേര് വന്നിട്ടുണ്ട്, പക്ഷേ അതൊരു വലിയ വിഷയമാക്കിയത് ഈ മാധ്യമങ്ങളൊക്കെ കൂടെ ചേർന്നാണ്. ഇവരൊക്കെയാണ് ഇതൊരു വലിയ വിഷയമാക്കിയത്. ഈ യൂണിയനുകളും തെറ്റായ നിലപാടാണ് എടുക്കുന്നത്, ഞങ്ങളൊഴിച്ച് ബാക്കി എല്ലാവരും തെറ്റായ നിലപാടും തെറ്റായ പ്രസ്താവനകളുമാണ് നടത്തുന്നത് എന്നാണ് ഈ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസോസിയേഷൻ പറയുന്നത്. ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവർക്ക് തീർച്ചയായിട്ടും ഇവർക്കെതിരെ ശിക്ഷണ നടപടി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം നാളെ ഇതുപോലെ ഒരു രാജ്യവിരുദ്ധത ചെയ്യാൻ ഒരാളും ധൈര്യപ്പെടാൻ പാടില്ല. ചില കാര്യങ്ങളിൽ ഈ ഫ്രീഡം എന്ന് പറയുന്നത് തന്നെ ഫ്രീ ഫോർ ഓൾ സിറ്റുവേഷൻ അല്ല. ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥയല്ല സ്വാതന്ത്ര്യം. അതിന് ചില സീമകളുണ്ട്, ചില പരിധികളുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് കെടികെട്ടിയ യൂണിയനും ഈ രാജ്യത്തും പ്രവർത്തിക്കാൻ സാധിക്കൂ. അത് ഈ യൂണിയൻ്റെ ഓർഗനൈസേഴ്സ് ഓർക്കുന്നത് നല്ലത്. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം.
Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.